ഓം നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേരല്ലോതും മൊഴിയുമോർക്കിൽ നീ. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ധനത്തിന്റെയും അധ്വാനത്തിന്റെയും മൂല്യം. പ്രിയരെ, മനുഷ്യരൊക്കെ ഒരു ജാതിയാണ്. അവരുടെ ഇടയിൽ സ്ഥിതിഭേദമല്ലാതെ ജാതിഭേദമില്ല, ഉണ്ടാകാൻ നിവൃത്തിയുമില്ല. ചിലർക്ക് പണവും പഠിപ്പും ശുചിയും മറ്റും കൂടുതലായിരിക്കും, മറ്റു ചിലർക്ക് അതൊക്കെ കുറവുമായിരിക്കും. ചിലരുടെ നിറമായിരിക്കുകയില്ല മറ്റു ചിലരുടെ നിറം. ഈ മാതിരി വ്യത്യാസങ്ങളല്ലാതെ മനുഷ്യർക്ക് ജാതി വ്യത്യാസമില്ല. പുലയർക്കിപ്പോൾ ധനവും വിദ്യയും ഇല്ലാത്ത കുറവ് വളരെയുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസം പ്രധാനമായി വേണം. അതുണ്ടായാൽ ധനവും ശുചിയുമെല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് പണമില്ലെന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ പണമാണല്ലോ. ദിവസേന വേല ചെയ്ത് പണമുണ്ടാക്കാതെ നിങ്ങളിൽ ആരുമില്ല. ഇപ്പോൾ അത് മദ്യപാനം ചെയ്തും മറ്റും വെറുതെ പോകുന്നു. അതിൽ ഓരോ അണവീതമെങ്കിലും മാസം തോറും നിങ്ങൾക്കൊക്കെ ഒരു പൊതുഭണ്ഡാരത്തിൽ ഇട്ടുകൂട്ടിയാൽ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാം. മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയൊക്കെ സ്വയം സ്വാധിക്കും. മാസം തോറും എല്ലാവരും ഒരു പൊതുസ്ഥലത്ത് സഭ കൂടി വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം. മദ്യപാനം കഴിയുന്നതും നിർത്തണം. ഇനി കുട്ടികൾ കള്ളു കുടിക്കുവാൻ അനുവദിക്കരുത്. പ്രായം ചെന്നവരും കഴിക്കുന്നതും മാറ്റണം. സഭ കൂടി പറയേണ്ടത് മദ്യപാനം മുതലായതുകളെ നിർത്താനാണ്. മറ്റുള്ളവരും നിങ്ങളെ സഹായിക്കാതിരിക്കയില്ല. ഇനിയും കൂടെ നിങ്ങളെ കാണുന്നതിന് ആഗ്രഹമുണ്ട്. തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലിയരുടെ ഒരു മഹായോഗത്തിൽ അധ്യക്ഷത പദവി അലങ്കരിച്ചുകൊണ്ട് ഗുരുദേവൻ നടത്തിയ ഉപദേശമാണിത്. അധ്വാനിച്ചു കിട്ടുന്ന ധനം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുമ്പോഴാണ് ആ ധനത്തിന്റെ അധ്വാനത്തിന്റെ മൂല്യമുണ്ടാകുന്നത്. മൂല്യം നശിക്കാത്തതും മേന്മയിലേക്ക് നയിക്കുന്നതുമാണ്. ദുർവ്യയം ധനത്തിന്റെയും അധ്വാനത്തിന്റെയും മൂല്യം കെടുത്തുകയും അതുവഴി ജീവിതത്തിന് കളങ്കമുണ്ടാവുകയും ചെയ്യും. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.